എല്ലാവർക്കും നമസ്കാരം. ശുഭകരമായിരിക്കട്ടെ. എല്ലാവരും അല്പമൊക്കെ തല നരച്ചവരും നരയ്ക്കാൻ തുടങ്ങിയവരും ഒക്കെയാണ്. അതുകൊണ്ട് തല നരയ്ക്കാത്ത ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ആശങ്കയോ വ്യഥയോ ചിലപ്പോ ചില അനുഭവങ്ങളോ ഒക്കെ കൈമുതലാക്കിക്കൊണ്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. മക്കളോട് ഇടപെടുന്ന രീതിയാണ് തലനരച്ചവരുടെ പ്രശ്നമെങ്കിൽ അപ്പനും അമ്മയോട് ഇടപെടുന്നതിന്റെ പ്രശ്നമാണ് തലനരയ്ക്കാത്തവരുടെ. ഈ മധ്യ പ്രായത്തിലെത്തിയിട്ടുള്ള ആളുകൾക്ക് രണ്ടു കൂട്ടരെയും കണക്കാക്കേണ്ടതുണ്ട്. മുതിർന്നവരെയും കണക്കാക്കേണ്ടതുണ്ട്, തന്നെക്കാൾ ചെറിയവരെയും കണക്കാക്കേണ്ടത്. ഈ മക്കളും അച്ഛനും അമ്മയും മാത്രമല്ലല്ലോ സമൂഹത്തില് ഞാനെന്നുള്ള വ്യക്തിക്കും അപ്പുറത്ത്, ഞാനെന്നുള്ള കുടുംബത്തിനും അപ്പുറത്ത് സമൂഹവുമായിട്ട് ഏതെങ്കിലും തരത്തില് ഇടപെടുന്ന, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഏവർക്കും ഈ തലമുറകളുടെ ആ ഒരു ഗ്യാപ്പ് മനസ്സിലാവുകയും അത് ഫില്ല് ചെയ്യാനായിട്ട് ഒരു താല്പര്യവും ആഗ്രഹവും ഒക്കെ തോന്നുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടാവും. എല്ലാം സമമായി കാണുന്ന ആധുനിക കാലത്തിന്റെ വക്താക്കളായ തലനരച്ചവരോ അല്ലാത്തവരോ ആയിട്ടുള്ളവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് കരുതുന്നവരും ഉണ്ടാകും. പലവിധമാണ് കാര്യങ്ങൾ. അപ്പോ ഈ തലമുറകൾക്കിടയിലുള്ള ഗ്യാപ്പ് പലപ്പോഴും നമ്മുടെ ഉള്ളില് പലതരം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ടാവും. നമ്മൾ പലപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെ അവരെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. ചിലപ്പോൾ ആ ശ്രമം നടത്താതെ വരിക. ചിലപ്പോൾ അവര് നമ്മളെപ്പോലെ മാറണം എന്നാഗ്രഹിക്കുക. ഇപ്പൊ നമ്മളെ മക്കൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ നമ്മൾ ഇപ്പോ നിൽക്കുന്ന നില എന്താണോ, മനോനില എന്താണോ, ഈ രീതിയിലേക്ക് മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബന്ധങ്ങളിൽ ഒരു സംഘർഷം വന്നു ചേരും. അത് പലപ്പോഴും വികാരങ്ങളുടെ ഉണർത്തലിന് കാരണമാകും. പലതരം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വികാരങ്ങളൊക്കെ ഉണ്ടാവും. വൈകാരികമായിട്ടുള്ള അകലമുണ്ടാവും. ചില പ്രതീക്ഷകളൊക്കെ നമുക്ക് ഉണ്ടാവും. ആ പ്രതീക്ഷകൾ നമുക്ക് പറയാൻ പറ്റാതെ പോകും. കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസ് വരും, അല്ലെ? ഇതൊക്കെ എത്തുന്നത് പലതരം തെറ്റിദ്ധാരണകളിലേക്കൊക്കെയാണ്. അത് വരും തലമുറയാണെങ്കിലും ശരി, മുൻ തലമുറയാണെങ്കിലും ശരി, അത് അച്ഛനമ്മയാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, ഇനി അതല്ല നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ എത്തുന്ന ആളുകളാണ്, നമ്മുടെ കൂടെ സഹയാത്ര ചെയ്യുന്ന ആളുകളാണ്, പരിചയക്കാരോ അയൽക്കാരോ ഒക്കെ വരാം. സാമൂഹ്യ ഉത്തരവാദിത്വം ഉള്ള ആളുകൾക്കാണെങ്കിൽ, സമൂഹവുമായിട്ടൊരു ബന്ധം നിലനിർത്തുകയും സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് ഈ വിഷയങ്ങൾ കുറച്ചുകൂടെ വ്യാപ്തിയിൽ മനസ്സിലാക്കാനും കഴിയും. അതുപോലെ തന്നെ ആ വ്യാപ്തിയിൽ തന്നെ ആകുലത ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അവിടെയാണ് ഈ ഒരു വിഷയത്തിന് പ്രസക്തി വരുന്നത്. ഇത് എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നങ്ങൾ. ഇതിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത്, ലോകം വിസ്ഫോടനാത്മകമായിട്ട് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. വിസ്ഫോടനം എന്ന് വെച്ചാൽ മനസ്സിലാവുമല്ലോ, പടക്കം പൊട്ടുന്നൊരവസ്ഥ. നല്ല ചന്തത്തിലുള്ള പച്ച നിറത്തിലുള്ള ബോംബ് എന്നൊക്കെ പറയുന്ന ഒരു പടക്കം ഉണ്ടല്ലോ, വിഷുവിനും ദീപാവലിക്കും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. ഈ സാധനം കാണുമ്പോൾ എന്തൊരു ചന്തമായിരിക്കും അറിയോ. അതിന്റെ അറ്റത്ത് തീ കൊളുത്തിയാൽ മതി, പിന്നെ അത് ചിതറി പല പീസുകളായി പോകും. ആ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ് വിസ്ഫോടനം എന്ന് പറയുന്നത്. ലോകം വിസ്ഫോടനാത്മകമായിട്ട് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. വികാസം സംഭവിക്കുന്നുണ്ട്. ഈ വികാസത്തിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, ഇതിങ്ങനെ കയറി പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. തെറിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴോ ഒരിക്കലും വീണ്ടും താഴെ വരും. പക്ഷെ നമ്മൾ കാണൂല. നമുക്ക് അറിയാവുന്നത് നമ്മളിപ്പോ നിൽക്കുന്ന അവസ്ഥയിൽ, നമ്മൾ ഈ ഗ്രാഫിന്റെ ഒരു വശത്തേക്ക് കയറിപ്പോകുന്ന വശം മാത്രമേ കാണുന്നുള്ളൂ. അവിടെ അതിവേഗം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ 70കളിലെ അല്ലെങ്കിൽ 75-നൊക്കെ മുമ്പ് ജനിച്ച ആളുകൾക്കൊക്കെ ലോകം ഇങ്ങനെ ഒരു പ്രത്യേക താളത്തിൽ ഇങ്ങനെ ഒഴുകുന്നത് കണ്ടിട്ടുണ്ടോ? അതിന്റെ ഗ്രാഫ് പതുക്കെയായിരുന്നു. 80കളായപ്പോഴേക്കും ഗ്രാഫിന്റെ സ്പീഡ് ഇങ്ങനെ ഗതി മാറി. 90കളായപ്പോ നല്ലപോലെ മാറി. ഇപ്പൊ എന്ന് വെച്ചാൽ 2000-ന് ശേഷം എന്ന് പറയുന്നത് ദ്രുതഗതി റോക്കറ്റ് പോണ പോലെയാണ് കയറിപ്പോകുന്നത് ഇതിന്റെ ഗ്രാഫ്.
ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എത്രത്തോളം മാറുന്നുള്ളത് നമുക്ക് തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോഴേക്കും അപ്പോ പുതുതായി പുറത്തിറങ്ങുന്ന, പ്രത്യേകിച്ചും ഒരു സ്കൂൾ അഡോളസന്റ് പീരീഡിലേക്ക് കയറുന്ന ആളുകളിലേക്ക് അവരുടെ ജീവിത സംസ്കാരം, ഭാഷ, പെരുമാറ്റം, വേഷം, അവരുടെ ജീവിത കാഴ്ചപ്പാടുകള്, ലക്ഷ്യങ്ങള്, അവരുടെ ജീവിതത്തോടുള്ള കാര്യങ്ങൾ എല്ലാത്തിലും മാറ്റം വരികയാണ്. അവരുപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ മാറ്റം വരുന്നു. ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയിലൂടെ കടന്നു പോകുന്നു. നമ്മൾ ഈ വ്യക്തിപരതയിലേക്ക് കൂടുതൽ കയറി വരുന്നതോടുകൂടി കുടുംബഘടനയിൽ ഭയങ്കരമായിട്ട് മാറ്റം വരുന്നുണ്ട്. ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ കുടുംബത്തിന്റെ ഒരുമിച്ച് ചെലവഴിക്കുന്ന സമയം കുറയുന്നുണ്ടല്ലോ. നമ്മൾ ഈ 1983-84 കാലഘട്ടത്തിലാണ് TV ഒക്കെ വന്നു തുടങ്ങുന്നത്. അതൊരു 86-ൽ ഇന്ദിരാഗാന്ധി മരിച്ച സമയത്തൊക്കെയാണ് TV ഭയങ്കരമായിട്ട് വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയത്. TV കൊണ്ടുവന്നത് തന്നെ ആളുകളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു ധാരണ, അല്ലെങ്കിൽ ആളുകൾക്ക് എന്റർടൈൻമെന്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണെന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തു തന്നെ വേണം. ഞങ്ങൾ ആ കാലത്ത് 90s ഞങ്ങൾ ഇറക്കിയ ഒരു നാടകമുണ്ട്, മൾട്ടിനാഷണൽ എന്ന് പറഞ്ഞിട്ട്. ഒരു ട്രാൻസ്നാഷണൽ കമ്പനി എല്ലാ വീടുകളിലും സൗജന്യ നിരക്കിൽ TV എത്തിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അതിലെ പ്രമേയം. ആ TVയിലൂടെ അവരെ എന്തൊക്കെയാണ് കുടുംബ സദസ്സുകളിലേക്ക് വിളമ്പിയതെന്നും അതുവഴി ആളുകളുടെ മനസ്സിനെ എങ്ങനെ കീഴടക്കിയെന്നും പിന്നെ അതുവഴി ഈ വീട്ടുകാരുടെ സ്വത്വത്തെ എങ്ങനെയാണ് പൂർണ്ണമായിട്ടും ഇവരെ അപഹരിച്ചത്, അവരുടെ ബൗദ്ധിക സ്വത്തിനെ, അവരുടെ ഫിസിക്കലായിട്ടുള്ള സ്വത്തിനെയൊക്കെ അപഹരിച്ചതെന്നൊക്കെയാണ് ആ നാടകത്തിലെ പ്രമേയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുടുംബത്തിലെ ആളുകൾ ഒരുമിച്ച് ചെലവഴിക്കുന്ന സമയത്തെ മാത്രമല്ല, അവരുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും മാറ്റിയെടുത്തു. പുതിയൊരു ട്രെൻഡ് അവരുടെ അകത്തേക്ക് കയറ്റി. വ്യക്തിപര ജീവിതത്തിന്റെ പ്രാധാന്യത്തെ അവരുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു. അവരുടെ എന്ന് വെച്ചാൽ നമ്മുടെ ജനതയ്ക്ക് അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു. ഈ പണി വേറൊരു രൂപത്തിൽ പണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്നിരുന്നു. കാരണം ഡിവൈഡ് ചെയ്താലേ ഭരിക്കാൻ പറ്റുള്ളൂ. ആ ഡിവിഷന്റെ തന്നെ വേറൊരു രൂപം ബ്രേക്ക് ദ ചെയിൻ എന്ന് തൊട്ട് കൊറോണ കാലത്ത് നമ്മൾ പരിചയപ്പെട്ടതാണ്. മറ്റേ പഴയ സാധനം തന്നെയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇത് വ്യക്തിപര ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ കുടുംബ സദസ്സുകളിൽ അത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോ ഒരാൾ പുതുതായിട്ട് ജോലി കിട്ടി, പിന്നെ അയാൾ അല്പം ഉയർന്ന ശമ്പളം കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ സ്വന്തമായിട്ടൊരു വീട് എടുക്കുക എന്നുള്ളതാണ്. കല്യാണമൊക്കെ അതിനുശേഷം എന്നുള്ളതാണ്. പിന്നെ അഥവാ നീ കല്യാണം കഴിച്ചിട്ടാണെങ്കിൽ അപ്പോ ഇവര് വീടെടുത്തു മാറിയിരിക്കണം എന്നുള്ളതാണ് രീതി. ഇത് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളൊരു അവസ്ഥ പണ്ടുണ്ടായിരുന്നത്. പണ്ടുള്ളവർക്ക് അതാണ് സൗഖ്യമായിട്ട് തോന്നുന്നത്. പക്ഷെ ആധുനികതയുടെ വരവോടുകൂടി നമുക്ക് അതിൽ നിന്ന് മാറി വ്യക്തിഗത ജീവിതം നയിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറി. പക്ഷെ അത് അടുത്ത കുരിശിലേക്കുള്ള ഒരു ചുവടുവെപ്പാണെന്നുള്ളത് ഭയങ്കരമായിട്ട് നമ്മൾ മറന്നുപോകുന്നു. ഈ വ്യക്തിഗത ജീവിതത്തിൽ ഇതിനെ എന്താ പറയാ മീഡിയേറ്റ് ചെയ്യാനായിട്ടൊരു സംവിധാനമില്ല. ഈ ആളുകളെ കൂട്ടി പിടിപ്പിക്കാനായിട്ടൊരു സംവിധാനം സത്യത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോ കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി കുടുംബം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയപ്പോ നമുക്ക് ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാനും എന്റെ ഇണയും ഒരുമിച്ച് ജീവിക്കുന്ന സൗഖ്യസുന്ദരമായ ഒരു ലോകം, സ്വർഗം എന്നൊക്കെ കരുതി പോയപ്പോ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഈ ടെലിവിഷനും ഈ മൊബൈൽ ഫോണും ഒക്കെ കൊണ്ടാണല്ലോ അങ്ങോട്ട് പോയത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ വ്യക്തിപരതയെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും ഇവിടെ കുടുംബത്തിലെ ഓരോ വ്യക്തിയും, അതായത് പുരുഷനും സ്ത്രീയും കുഞ്ഞും ഒക്കെ വെവ്വേറെ വഴികളിലേക്ക് തിരിയുന്ന ആ വിസ്ഫോടനാത്മകമായി ചിതറുന്നൊരവസ്ഥ അവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. ആ ചിതറൽ എന്നുള്ളത് പ്രകൃതിയുടെ ഒരു പ്രവർത്തന നിർദ്ധാരണമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുടുംബം, ഗോത്രം, മതം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് സംഭവിക്കാതിരിക്കാൻ മതം പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണെന്നുള്ള ഒരു തോന്നൽ എനിക്കില്ല. പക്ഷെ മതത്തിന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്, പ്രകൃതി നൽകിയ ദൗത്യം എന്ന് പറയുന്നത്, മതങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് വെറുതെ ഒരു കാര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു യുദ്ധം പോലും വെറുതെ ഉണ്ടായിട്ടില്ല. അതിന് പ്രകൃതിക്ക് ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പനയനുസരിച്ച് ഇത് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ പിടിച്ചു നിർപ്പിൽ നിന്നൊക്കെ വെളിയിലേക്ക് ചാടിപ്പോയി. മതം ബ്രേക്ക് ചെയ്തപ്പോ, ജാതി ബ്രേക്ക് ചെയ്തപ്പോ, നമ്മുടെ പഴയ കൂട്ടുകുടുംബങ്ങളെ ബ്രേക്ക് ചെയ്തപ്പോ, ആധുനികതയുടെ പേരിൽ നമ്മളെ വിദ്യാഭ്യാസത്തെ വല്ലാതെ കയറി അങ്ങ് വിഴിഞ്ഞപ്പോ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ആ കേന്ദ്രീകൃത ജീവിത സംവിധാനമാണ്. അപ്പോ ഈ തലമുറകളുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് അവിടെ ശരിക്കും ഫിസിക്കലി ഉള്ള ഗ്യാപ്പായിട്ട് തന്നെ മാറി. നമ്മൾ നമ്മുടെ അച്ഛനമ്മയും വിട്ടിട്ട് നമ്മൾ വേറെ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോ പ്രായമാകുമ്പോൾ ഞാൻ മാറി ജീവിക്കേണ്ടതാണെന്നുള്ള വ്യാകരണം കുഞ്ഞിന്റെ തലയിലേക്ക് നമ്മൾ അറിയാതെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി.
അവിടെ അവർക്ക് നഷ്ടമാകുന്നത് പലപ്പോഴും മുൻതലമുറ, ഈ കുഞ്ഞുങ്ങൾക്ക് നഷ്ടമാകുന്ന മുൻതലമുറയിലെ ആളുകളുടെ അനുഭവങ്ങൾ അവർ പറഞ്ഞും ചെയ്തും കാണിച്ചു കൊടുക്കുന്നത് കിട്ടുന്നതാണ്. ആ സംഭവം ഇല്ലാതെയായി. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം അറിയാലോ, അവര് അനുസരിക്കുകയല്ല അനുകരിക്കുകയാണ് ചെയ്യുക. നമ്മള് വേറൊരു രസകരമായിട്ടുള്ള കാര്യം സ്ഥിരം ഞാൻ പറയാറുള്ളത്, നമ്മൾ കുഞ്ഞിനെ വളർത്താൻ പാകമാകുന്നത് എപ്പോഴാ? നമുക്ക് കുഞ്ഞുണ്ടാകുമ്പോഴല്ല, അവർക്ക് കുഞ്ഞുണ്ടാകുമ്പോഴാണ്. അപ്പോഴാണ് ഒരു കുഞ്ഞിനെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നും എങ്ങനെയായിരിക്കരുത് എന്നും നമുക്ക് ബോധ്യമാകുന്നത്. ആ ബോധ്യത്തിലേക്ക് വന്ന അപ്പനും അമ്മയും അവിടെ ഇരിക്കുന്നിടത്തു നിന്നാണ് നമ്മൾ മാറി ഇതൊന്നും അറിയാത്ത നമ്മൾ പിള്ളേരെ വളർത്താനായിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു സ്വതന്ത്ര സംവിധാനം ഉണ്ടാക്കി പോകുന്നത്. അപ്പൊ അവിടെ ഈ തലമുറകൾ എന്ന് പറയുന്നത് കൈമാറി വന്ന ദൗത്യങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട്, ഇതെല്ലാം നഷ്ടമാകുന്നുണ്ട്. ഈ തലമുറ ദൂരത്തിലാകുന്ന സമയത്ത് ഒരുപാട് വിസ്ഫോടനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ഒന്നാമത് ആശയവിനിമയം എന്നുള്ളത്, അവർ ഇങ്ങോട്ടേക്ക് പകർന്നു കൊടുക്കുന്ന ആശയം എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ വരുന്നത്. തലമുറകളെ കുറിച്ച് മുൻ തലമുറയിലെ ആളുകളെല്ലാം അന്ധവിശ്വാസികളാണ്, വിവരമില്ലാത്തവരാണെന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. വികാരപരമായിട്ടുള്ള അകലം, അച്ഛനും മക്കളും തമ്മിൽ, മക്കളും മുത്തശ്ശനും തമ്മിലുള്ള, അല്ലെ മുത്തശ്ശനും മുത്തശ്ശിയും തമ്മിലുള്ള ആ വികാരപരമായിട്ടുള്ള ഒരു അകലം ഉണ്ടാകുന്നു. ഒരു കൂട്ടുകുടുംബത്തിൽ ഉണ്ടാവുന്ന പോലെ അല്ല ഇത്, വല്ലാതെ വികാരപരമായിട്ടുള്ള അകലം ഉണ്ടാകുന്നു. വിശ്വാസത്തിന്റെ ക്ഷയം ഉണ്ടാവുന്നു. ഇത് കുടുംബ ബന്ധങ്ങളെ ശരിക്കും ദുർബലമാക്കുന്നുണ്ട്. ഇത് അവസാനം എവിടേക്ക് എത്തിക്കുന്നത്? ഏകാന്തത. ഈ മുത്തശ്ശനും മുത്തശ്ശിയും ഏകാന്തത അനുഭവിക്കുന്നു. അതുകൊണ്ടാണല്ലോ വൃദ്ധസദനങ്ങൾ കൂടി വരുന്നത്, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി മൊത്തം സംഘർഷമാകുന്ന സമയത്ത് ഇതൊന്നും വേണ്ട, അവിടെ പോയി താമസിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നു. ഇവരുടെ ഓറിയന്റേഷൻ കിട്ടാതെ കുട്ടികൾക്കറിയില്ല അങ്ങനെ ഒരു ഓറിയന്റേഷൻ എനിക്ക് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ്, അതിന്റെ അകത്ത് നിൽക്കുന്നതാണ് സേഫ്റ്റി, സെക്യൂരിറ്റി എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുമില്ല. മനസ്സിലാകാനുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഈ സംഘർഷങ്ങൾ കൂടുന്നു. ആ സംഘർഷങ്ങൾ കൂടുന്ന സമയത്ത് എവിടെയെങ്കിലും കൺട്രോൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ബ്ലെയിമിങ്ങിലേക്ക്, കുറ്റപ്പെടുത്തലേക്ക് നീങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതില് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് പ്രായ വ്യത്യാസമാണ്. ഓരോ ജനറേഷൻ കഴിയും തോറും അവരുടെ ഫാക്കൽറ്റീസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഫാക്കൽറ്റീസ് എന്ന് വെച്ചാൽ ആന്തരിക ശേഷികൾ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോ ജൻസി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഇപ്പൊ ഇങ്ങനെ പറയാറുണ്ടോ, ജൻ ആൽഫ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ എനിക്കതിന്റെ കഥകളൊന്നും അറിയില്ല കൃത്യമായിട്ട്, അതൊക്കെ ഏത് വിഭാഗമാണെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ മുത്തശ്ശിയൊക്കെ ജനിച്ചതിന് ശേഷമാണ് ഈ നാട്ടിൽ സ്വിച്ച് എന്നുള്ള സാധനം വന്നത്. ഒരുപക്ഷെ അത് കണ്ടുപിടിച്ചിട്ടുള്ളത് തന്നെ അവരൊക്കെ ജനിച്ചതിന് ശേഷമായിരിക്കും. അവരുടെ കൺമുമ്പിൽ വെച്ചാണ് നമ്മുടെ വീടുകളിലൊക്കെ സ്വിച്ച് ഫിറ്റ് ചെയ്തത്. പക്ഷെ ഇപ്പോഴും സ്വിച്ച് ഇടാനും സ്വിച്ച് ഓഫ് ആക്കാനും പഴയ എന്റെ മുത്തശ്ശിക്കൊക്കെ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സ്വിച്ചൊക്കെ പോയി, ഇപ്പോ തൊടുന്നതും പോയി, ഇപ്പൊ ഇങ്ങനെ തോണ്ടുന്ന ഒരു സ്ക്രീനാണ് നമുക്കുള്ളത്. ആധുനിക കാലത്ത് ജനിച്ചു വരുന്ന കുട്ടികളുടെ കയ്യിലേക്ക് ഇത് കിട്ടിയാൽ അവര് കൂടുതലൊന്നും കാണുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യണ്ട. അവരുടെ കയ്യിൽ കിട്ടിയ ഉടനെ അവർ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. എന്നുവെച്ചാൽ ഇത് ഈ നൂറാംകുരങ്ങൻ പ്രഭാവം എന്ന് പറയുന്നത് പോലെ, അതറിയാത്തവരുണ്ടെങ്കിൽ പിന്നീട് ചോദിച്ചാൽ പറഞ്ഞു തരാം. നൂറാംകുരങ്ങൻ പ്രഭാവം പോലെ ഈ പ്രാകൃതിക ബോധ്യത്തിൽ ഉണ്ടാകുന്ന ഈ ചലനം എന്ന് പറയുന്നത് കുട്ടികളുടെ ആന്തരിക ശേഷികളായിട്ട് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാവുന്ന ഫാക്കൽറ്റീസ് പലതും പഴയ തലമുറയ്ക്ക് ഉണ്ടാവില്ല. ഈ ഫാക്കൽറ്റികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഒരു വല്ലാത്ത ബോധ്യത്തിന്റെ വ്യത്യാസം ഉണ്ടാവും. കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതിൽ, കാര്യങ്ങള് ഒരു യന്ത്രത്തെ കൈകാര്യം ചെയ്യുന്നതിൽ കുട്ടികൾക്കുള്ള പരിജ്ഞാനം മുതിർന്നവർക്ക് ഉണ്ടാവില്ല. അപ്പൊ മുതിർന്നവര് എന്റെ കുട്ടി അത് ചെയ്യുന്നു എന്ന് കാണുമ്പോ, അപ്പൊ വീട്ടിലെ ബൾബൊന്ന് മകൻ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അമ്മ എന്താ പറയുക? എന്റെ മകൻ സയന്റിസ്റ്റ് ആണെന്ന് പറയും. കാരണം അമ്മയ്ക്ക് ഇത് അറിയില്ല. അറിയാത്തൊരു കാര്യം അവൻ ചെയ്യുമ്പോൾ സയന്റിസ്റ്റ് ആണെന്ന് പറയും. സത്യത്തിൽ ബൾബ് മാറ്റിയിടുന്നതിൽ എന്താണ് കാര്യം? ഒരു കഥയില്ല. പക്ഷെ നമുക്ക് അങ്ങനെയാണ് തോന്നുക. അപ്പൊ ഈ ഒരു ദൂരം ഉണ്ടല്ലോ, സാങ്കേതികത ഉപയോഗിക്കുന്നതിലുള്ള ദൂരം, അതിനു വേണ്ടിയുള്ള ഫാക്കൽറ്റികൾ. അതുപോലെ തന്നെയാണ് ഇപ്പോ സിനിമ കാണുന്ന കാര്യം എടുക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്ന കാര്യം എടുക്കുക. പുതിയ തലമുറയും പഴയ തലമുറയും ആസ്വദിക്കുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ആസ്വാദനത്തിൽ വ്യത്യാസം. അതെന്തുകൊണ്ടാ? ഫാക്കൽറ്റികളിൽ വ്യത്യാസമുണ്ട്, ഇന്റേണൽ ഫാക്കൽറ്റികളിൽ വ്യത്യാസമുണ്ട്. ഈ പ്രായോഗികത, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രായോഗികതയുടെ കാര്യത്തിൽ ടെക്നിക്കലി ഉള്ള കാര്യങ്ങളായിരിക്കും പുതിയ തലമുറയ്ക്ക് ഉണ്ടാവുക.
അതിനെ സ്വാഭാവികമായി നൈസർഗികമായി സ്ത്രൈണമായ രീതിയിലുള്ള ഒരു പ്രയോഗ രീതിയായിരിക്കും പഴയ തലമുറയിൽ ഉണ്ടാവുക. അപ്പൊ പ്രായോഗജ്ഞാനത്തിലുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ മൂല്യബോധത്തിന് പഴയ തലമുറയ്ക്ക് ഈ സമൂഹം എന്നുള്ളതിന് ഒരു പ്രത്യേക കാഴ്ചയുണ്ട്. സമൂഹത്തിലെ ആളുകളെല്ലാം തമ്മിൽ ചേർന്ന് നിൽക്കുന്നതിനെ കുറിച്ച് ഒരു പ്രത്യേക വ്യാകരണമുണ്ട്. പുതിയ തലമുറയ്ക്ക് അത് മറ്റൊരു രീതിയിലാകാം. അത് മോശമാണെന്നുള്ളതല്ല, അത് വേറൊരു വ്യാകരണമാണ്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ വിസ്ഫോടനാത്മകമായിട്ടുള്ള നിർദ്ധരണി ഉണ്ടല്ലോ, അതായത് ആൽഗരിതം അല്ലെങ്കിൽ അതിന്റെ ഫോർമുല, ആ രീതിക്ക് അനുസരിച്ചായിരിക്കും അവരുടെ സാമൂഹ്യ വീക്ഷണം ചിട്ടപ്പെട്ടിട്ടുണ്ടാവുക. ആളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം, ഇപ്പൊ മാരേജിനെ കുറിച്ചുള്ള, മാരേജ് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റി എന്നുള്ളത് ഇല്ല എന്ന് പുതിയ തലമുറയ്ക്ക് അറിയാം. അതുകൊണ്ട് കുറച്ചു കാലം ഒരുമിച്ച് ജീവിക്കുന്നു, പിന്നെ തമ്മിൽ ഒരുമിച്ച് ജീവിക്കേണ്ട കാര്യമില്ലോ, വേണ്ടപ്പോ പിരിഞ്ഞു പോവാന്നുള്ള രീതിയിൽ എടുക്കുന്നു. ആ തീരുമാനത്തിൽ തെറ്റുണ്ടോ? സമീപനം വെച്ച് നോക്കിയാൽ തെറ്റില്ല. പക്ഷെ കുടുംബം എന്ന് പറയുന്ന സംവിധാനം നമുക്ക് ഒരു ലോങ് ടേം ബേസിസിൽ അത് എത്രത്തോളം സെക്യൂരിറ്റി നൽകുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവരത് കണ്ടിട്ടില്ല, അവരവരുടെ കുടുംബത്തെ കണ്ടിട്ടില്ല. മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും കൂടെ ചേർന്ന് സെക്യൂർ ആയി നിൽക്കുന്ന ഒരു അവസ്ഥ. ഒരാൾക്ക് ചെറിയൊരു വീഴ്ച വന്ന ബാക്കി എല്ലാവരും കൂടെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്ന, ഒരിക്കലും വീഴാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആ കൂട്ടത്തിന്റെ ഒരു വ്യവസ്ഥയുടെ ആ സുരക്ഷിതത്വം ഇവർ കണ്ടില്ല. ഇവർ കണ്ടിട്ടുള്ള വ്യവസ്ഥ വെച്ചാൽ വിസ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. പണ്ട് റിസോഴ്സസ് വളരെ കുറവായിരുന്നു, ഉള്ള റിസോഴ്സസിനെ ഏറ്റവും മിനിമൽ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പൊ റിസോഴ്സസ് ഇഷ്ടം പോലെ. പണ്ട് നമ്മളൊരു കാര്യം കേടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ ഒക്കെ പഴയ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ണൊക്കെ തെച്ചൊരു വീട്, അതിലേക്ക് അകത്തേക്ക് കയറിയാൽ ഒരു ചൂടിക്കയറിൽ കെട്ടി തൂക്കിയിട്ടുള്ള ഒരു ഓലപ്പായ, ഒരു കട്ടില്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയാണോ ഒരു വീട്? ഇത് നാടകത്തിന്റെ സെറ്റ് പോലെ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. പക്ഷെ പല ഗ്രാമങ്ങളിലും സഞ്ചരിച്ചപ്പോൾ പല വീടുകളിലും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ. ഇന്നോ ഒരു ദരിദ്രന്റെ വീട്ടിൽ പോയാൽ പോലും ഇഷ്ടം പോലെ ഉപകരണങ്ങളാണ്, ഇഷ്ടം പോലെ സംവിധാനങ്ങളാണ്. അപ്പോ ജീവിതം എന്ന് പറയുന്നത് സങ്കീർണതകൾക്കിടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ജീവിതശൈലിയിൽ തന്നെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോ സാങ്കേതിക വിദ്യയിൽ വ്യത്യാസം വന്നു, അപ്പോ നമ്മൾ ആശയവിനിമയത്തിൽ വ്യത്യാസം വന്നു. നമ്മൾ ഒരാളോട്, നമ്മുടെ തലമുറയിൽപ്പെട്ട, നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ഒരാളോട് ചോദ്യം ചോദിച്ചാൽ അയാള് ഉപകരണത്തിലൂടെയാണ് സംവദിക്കുന്നതെങ്കിൽ അയാൾ സ്മൈലി ഇട്ടിട്ടായിരിക്കും പ്രതികരിക്കുക. ഇനി അഥവാ നേരിട്ടാണ് സംവദിക്കേണ്ടത്, ഈ സ്മൈലിയുടെ പുതിയ ചില വെർഷൻസ് അവരങ്ങ് അവതരിപ്പിക്കും. കേട്ട് നിൽക്കുന്ന പഴയ തലമുറയിലെ ആളുകൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോ ഈ പുതിയ രീതിയെ പഴയ ആളുകൾ ഈ സംസാര രീതി, ഇവരുടെ ടെക്നോളജിക്കലായിട്ടുള്ള രീതി, ഇവരുടെ വൈവാഹിക രീതി, വ്യക്തിബന്ധങ്ങളുടെ രീതി, പഠനത്തെക്കുറിച്ചുള്ള, പണത്തെക്കുറിച്ചുള്ള, ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഈ രീതികളെ കുറിച്ച് പഴയ ആളുകൾ എങ്ങനെ കാണുന്നത്? ഈ തലമുറ മൊത്തം നശിച്ചുപോയി എന്നുള്ള രീതിയിലാണ്. പുതിയ തലമുറ അവരെ എങ്ങനെ കാണുന്നത്? ഒരു വിവരമില്ല, ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത, ഒരു ധാരണയില്ലാത്ത പഴഞ്ചൻ സാധനങ്ങൾ. എന്തിനാണ് ഇവരൊക്കെ കൊണ്ടു നടക്കുന്നത് എന്ന് ചോദിക്കുന്നവർ പോലും ഉണ്ട്. ഇവരൊന്നും വെച്ചിരുത്തിയിട്ട് കാര്യമില്ല എന്നുള്ള രീതി. ഈ അതോറിറ്റേറിയൻസ് ലോകത്തെ ജനതയെ കാണുന്ന രീതി ഉണ്ടല്ലോ, ആ ആൽഗരിതം ഇവരുടെ തലയിൽ കയറിയിട്ടുണ്ട്. അപ്പോ ഇത് എങ്ങനെയാണ് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് എങ്ങനെയാണ് ബ്രിഡ്ജ് ചെയ്യാൻ കഴിയുക? ഇപ്പൊ ഈ ബ്രിഡ്ജ് ചെയ്യാന്ന് വെച്ചാൽ പരസ്പര സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. ഈ പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെ സ്നേഹത്തിലെ വ്യത്യാസം എങ്ങനെയാ? പഴയ തലമുറയുടെ സ്നേഹം എന്ന് പറയുന്നത് ഉത്തരവാദിത്തത്തെ ബേസ് ചെയ്തിട്ടാണ്. അവർ ത്യാഗം ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ എന്താണ്, കുഞ്ഞുങ്ങളോടും പേരക്കുട്ടികളോടും, എന്തിന് അയൽപക്കക്കാരോടും കൂടി ത്യാഗം ചെയ്തുകൊണ്ടാണ് അയൽപക്കത്തെ കുട്ടികളോട് പോലും ഇടപെടുന്നത്. അവരെ സംരക്ഷിക്കുക എന്നുള്ളത്, നമ്മുടെ മക്കളെ, പേരക്കുട്ടികളെ ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളത് അതുവഴിയാണ് അവർ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നത്. പിന്നെ ഒരിക്കലും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം കൂടെ അവർ ചെയ്യാറുണ്ട്, ഉപദേശിക്കും. നല്ലപോലെ ഫ്രീ ആയിട്ട് ഉപദേശിക്കും. പറയുന്നവന് നല്ല സുഖവും കേൾക്കുന്നവന് തീരെ സുഖമില്ലാത്തൊരു പരിപാടിയാണ് ഉപദേശം. അഭിഷിത് ഗുരുവായൂർ ഇതിനെക്കുറിച്ച് വളരെ ചന്തമായ രീതിയിൽ കുറെ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളെ, അല്ലെ നമ്മുടെ താഴെയുള്ള ആളുകളെ, പുതിയ തലമുറയിലെ ആളുകളെ നിയന്ത്രിച്ചു കൊണ്ട് കരുതൽ കൊടുക്കുന്ന ഒരു രീതിയാണ് പഴയ തലമുറകൾ. അതുവഴിയാണ് അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നത്.
പുതിയ തലമുറയുടെ അങ്ങനെയല്ലല്ലോ. അവര് സ്നേഹം പ്രകടിപ്പിക്കുക വെച്ചാല് എനിക്ക് സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞാൽ അവർക്ക് സ്നേഹമുണ്ട്. സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വികാരം പ്രകടനം അങ്ങനെ നടത്തുക എന്നുള്ളതാണ്. ഇന്നിടത്ത് വെച്ച് ഇന്നത് ചെയ്യുക എന്നുള്ള ആ ഒരു പരിപാടിയൊന്നുമില്ല. അങ്ങനെ വേണമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നമ്മൾ എന്തുകൊണ്ട് ഈ നമ്മുടെ സ്നേഹപ്രകടനങ്ങൾ, ഏത് തരത്തിലുള്ള സ്നേഹപ്രകടനം നമ്മൾ മറച്ചു വെച്ചത് എന്തുകൊണ്ടാണ്? അതിന്റെ മുമ്പിൽ ആദരവിന്റെ, ഗുരുത്വത്തിന്റെ, ധർമ്മത്തിന്റെ ഒക്കെ കുറെ പശ്ചാത്തലങ്ങൾ ഇപ്പുറത്തുണ്ട്. പക്ഷെ അതൊന്നും വിലപ്പോവാത്ത ഒരു രീതിയിലെ വികാരപ്രകടനമാണ് ഉണ്ടാവുന്നത്. സൗഹൃദങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക സൗഹൃദങ്ങൾ പലപ്പോഴും നൈമിഷികമാണെന്നുള്ളൊരു കാര്യം ഒരു വസ്തുതയാണ്. നേരത്തെയുള്ള സൗഹൃദങ്ങൾ കുറച്ചുകൂടെ ആഴത്തിലുള്ളതായിരുന്നു. അപ്പൊ അത് കണ്ട് ശീലിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ പോക്ക് ശരിയല്ല എന്ന് തോന്നും. ഇതൊരു ബാധ്യത, സൗഹൃദങ്ങൾ ബാധ്യതയായിട്ട് ഇരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഈ പുതിയ തലമുറയിലെ ആളുകൾ അത് പഴയതൊക്കെ കെട്ടിച്ചൊന്നുകൊണ്ട് നടക്കുന്ന സൗഹൃദമാണ്. എന്തിനാ അങ്ങനെയുള്ളതൊക്കെ കൊണ്ട് നടക്കുന്ന ചോദ്യം വരും. പുതിയ തലമുറയുടെ സ്നേഹപ്രകടനം എന്ന് പറയുന്ന രീതി തന്നെ തുറന്നു പറഞ്ഞുകൊണ്ടാണ്. അപ്പോ അവർ പറയും നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറയും. വ്യക്തിഗത വളർച്ചയ്ക്ക്, വ്യക്തിഗതമായിട്ടുള്ള ആ ഒരു ബൂസ്റ്റ് ഒരാളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഈ പുതിയ തലമുറ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ളവരോട്, വ്യക്തിപരമായിട്ട് ഉയർന്നിട്ടുള്ളവരോട് ഭയങ്കര സ്നേഹമാണില്ല അവർ. വ്യക്തിഗതമായിട്ട് ഉയരുന്നതിനോടല്ല, സാമാജികമായി സമഗ്രമായി നിലനിൽക്കുന്നതിനോടാണ് പഴയ തലമുറ എപ്പോഴും താല്പര്യം കൊടുത്തിട്ടുള്ളത്. തലമുറയുടെ ആ കാലഘട്ടം കഴിയെ ഇതിന് ഇടിവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സത്യത്തില് ഈ പഴയത് പുതിയത് ഇങ്ങനെ പലതവണ പറഞ്ഞപ്പോ ഇവരുടെ പ്രായത്തിലുള്ള വ്യത്യാസമാണോ ഇതിലുള്ള പ്രശ്നം? ആണോ? പ്രായത്തിലുള്ള വ്യത്യാസമാണോ? അതോ പരസ്പരം മനസ്സിലാകാതെ പോകുന്നതാണോ? എന്താണ് ഇവർക്കിടയിലുള്ള പ്രശ്നം? ഈ പഴയ തലമുറ പറയുന്നത് കേട്ടിരിക്കാനുള്ള ഒരു അവസരം, പശ്ചാത്തലം പുതിയ തലമുറയ്ക്കില്ല. പഴയ തലമുറ പറയുന്നതല്ല, ആര് പറയുന്നത് കേൾക്കാനുള്ള പശ്ചാത്തലമില്ല. ഇപ്പോ ഈ 3 മിനിറ്റ് റീലിന്റെ കാലമാണ്. 3 മിനിറ്റുള്ള ആശയ സംവേദനം നടന്നിട്ടില്ലെങ്കിൽ അവരവര് സ്ക്രോൾ ചെയ്ത് വിടും, തള്ളിവിടും. ആശയ സംവേദനം 3 മിനിറ്റിന്റെ ഉള്ളിൽ നടന്നിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെയും അവരോട് നിൽക്കില്ല, അവരടുത്ത കാര്യത്തിലേക്ക് പോകും. അപ്പൊ ഒന്നും കേട്ടിരിക്കാനുള്ള, ഒന്നും റിസീവ് ചെയ്യാനുള്ള ഒരു ശീലം ഇല്ലാതെയാകുമ്പോ ഈ പരസ്പരമുള്ള ഇടപെടലിന്റെ, ഇഴുകിച്ചേരലിന്റെ സാഹചര്യം കുറയാണ് ചെയ്യുന്നത്. ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാൻ പറ്റുന്ന ഒരു അവസ്ഥ വരണം. ഇത് ആദ്യമായിട്ട് ഇടിച്ചത് ആരാണെന്നറിയോ? TV അല്ല, അതിനു മുമ്പ് പത്രങ്ങളാണ് ഈ പണി ചെയ്തത്. അതിന് തർക്കങ്ങൾ ഉണ്ടാവാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ വായനയെ കുറിച്ച് പറഞ്ഞ ആ പ്രഭാഷണത്തിൽ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. വായന എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, നമ്മുടെ വ്യക്തിഗത ചിന്തയിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വായന എങ്ങനെയാണ് നമ്മൾ എടുത്തുകൊണ്ടുപോയത് എന്നുള്ളത്. അപ്പോ അവിടെ മുതൽ തുടങ്ങിയതാണ്. പക്ഷെ അതൊക്കെ വളരെ പതുക്കെ വളർന്നുള്ളൂ. TV വന്നതോടുകൂടി മാറി, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ വന്നതോടുകൂടി നല്ലപോലെ മാറി, മൊബൈൽ ഫോൺ വന്നതോടുകൂടി ഭയങ്കരമായിട്ട് മാറി. അപ്പോ ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറി. അങ്ങനെ കണ്ട് നമുക്ക് നമ്മളെ ലോകത്തെക്കുറിച്ച് നമ്മളൊരു ലോകവീക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ലോകവീക്ഷണം വെച്ചിട്ടാണ് ഓരോരുത്തരും മറ്റുള്ളവരെ കാണുന്നത്. പ്രത്യേകിച്ചും പുതിയ തലമുറ പഴയ തലമുറയെ കാണുന്നത് ഈ മുൻവിധികൾ വെച്ചിട്ടാണ്. ഇതേ മുൻവിധി തന്നെ പഴയ തലമുറയ്ക്കുണ്ട്. ഇവരൊക്കെ നമ്മൾ പറയുന്ന ആ കെട്ടുപാടിൽ നിന്ന് വെളിയിലേക്ക് പോയത് കൊണ്ട് പൂർണ്ണമായിട്ടും അവർ നശിച്ചു പോയി എന്നുള്ള ധാരണ മുൻവിധികളായിട്ട് അവർക്കുമുണ്ട്. ഈ രണ്ടു കൂട്ടരും തനിക്ക് പരിചയമുള്ള, തനിക്ക് യുക്തരായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇവരെ താരതമ്യം ചെയ്യും. നമുക്ക് അവരുടെ പാരന്റ്സ് കണ്ടോ, അവരൊക്കെ ഇന്ന രീതിയിലാണ് ഇടപെട്ടത്, എന്നിട്ട് നിങ്ങളെന്താ ഇങ്ങനെയെന്ന് സ്വന്തം അച്ഛനമ്മയോട് കുട്ടികൾ ചോദിക്കും. ഇത് തന്നെ മക്കളോട് മാതാപിതാക്കളും തിരിച്ചു ചോദിക്കും. സ്വന്തം അനുഭവം മാത്രമാണ് ശരി എന്നുള്ള കാര്യത്തിൽ അത് മനുഷ്യ സഹജമായ ഒരു തോന്നലാണ്. സ്വന്തം അനുഭവമാണ് ശരി, സ്വന്തം അറിവാണ് ശരി എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും? ആ അറിവിലേക്ക് മറ്റേ ആളെ മാറ്റാൻ ശ്രമിക്കും. പഴയ തലമുറയിലെ ആളെ മാറ്റാൻ പുതിയ തലമുറ ശ്രമിക്കും, പുതിയ തലമുറയിലെ ആളെ മാറ്റാൻ പഴയ തലമുറ ശ്രമിക്കും. ഇപ്പൊ ഏറ്റവും പുതിയ തലമുറയ്ക്ക് എന്താ വെച്ചാൽ പഴയ തലമുറ എങ്ങനെയായാലും അത് കുഴപ്പമില്ല, അത് വിട്ടുപോകുക എന്നുള്ളതാണ് കാര്യം. അപ്പോ ഒരു വീട്ടിൽ തന്നെ, ഒരു പശ്ചാത്തലത്തിൽ തന്നെ 2 ജീവിത സാഹചര്യങ്ങൾ, 2 ജീവിത വ്യാകരണങ്ങൾ ഉണ്ടായി വരുന്നൊരവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് പരസ്പരം ബന്ധപ്പെടുന്ന രീതിയിൽ വന്ന അപാകങ്ങൾ കൊണ്ടുണ്ടായതാണ്.
അപ്പോ തലമുറയല്ല പ്രശ്നം. തലമുറയാണെങ്കിൽ പോലും ഇപ്പൊ ഭാര്യയും ഭർത്താവിനും ഇടയിൽ ഇപ്പോ 70 വയസ്സായും 80 വയസ്സായിട്ടുള്ള ആളുകൾക്കിടയിൽ ഡിവോഴ്സ് പെറ്റീഷനുമായിട്ട് വരുന്നുണ്ട്. എന്താണ് അവിടെ പ്രശ്നമാകുന്നത്? പണ്ട് പരസ്പര പൂരകങ്ങളായി ജീവിച്ചു, പൊതുധർമ്മത്തിൽ ജീവിച്ചു, പൊതു ലക്ഷ്യത്തിൽ ജീവിച്ചു. ഇപ്പോ ഈ പരസ്പരം ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ നടന്ന് പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, പ്രത്യേക ധർമ്മങ്ങൾ, പ്രത്യേക വഴികൾ, പ്രത്യേക എന്റർടൈൻമെന്റുകൾ, പ്രത്യേക കാഴ്ചപ്പാടുകൾ, ഇതിലൂടെ പോകുന്ന സമയത്ത് അവർക്കിടയിൽ ആ വിസ്ഫോടനം സംഭവിച്ചു കഴിഞ്ഞു. പരസ്പരം ബന്ധപ്പെടാനുള്ള രീതികൾ നഷ്ടമായി. ഇപ്പൊ തലമുറകളുടെ പ്രശ്നമല്ല സത്യത്തിൽ അവിടെ ഉണ്ടാവും. തലമുറകളിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ തലമുറകളിലും ഈ ഒരു ആൽഗരിതത്തിൽ മാറ്റമുണ്ടെങ്കിൽ പോലും ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെടാനുള്ള രീതിയാണ്. പാരസ്പര്യം എന്നുള്ളൊരു അവസ്ഥയാണ് അവിടെ നഷ്ടമായത്. ഇപ്പൊ ഒളിമ്പസിനെ പഠിക്കുന്ന കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എങ്ങോട്ടൊക്കെയാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത്. ബന്ധുത്വം എന്നുള്ളൊരു അവസ്ഥയില്ലേ, ആ ബന്ധുത്വം നഷ്ടമാകുന്ന ഒരവസ്ഥ. ബന്ധുത്വം നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് മാറും. അത് ആർക്കും അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രകൃതിയുടെ ആൽഗരിതങ്ങൾക്കൊന്നും തന്നെ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ മനോതലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെയാണ് സ്നേഹത്തിന്റെ പുതിയൊരു ഭാഷ നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ തലമുറകളെ വെച്ച് നോക്കുകയാണെങ്കിൽ പഴയ കാലം അല്ല പുതിയ കാലം, ഓരോ കാലവും വ്യത്യസ്തമാണ്. ഈ ആധുനിക കാലത്ത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓടിട്ട വീട് ആണ് നിങ്ങൾ താമസിക്കുന്ന, ഓടിട്ട വീട്ടിലാണ്, നിങ്ങൾ പ്രകൃതി സൗഹാർദ്ദപരമായി ജീവിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഓടിട്ട വീട് വന്നപ്പോ അന്നത്തെ പ്രകൃതി കാഴ്ചപ്പാടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും ഇത് തെറ്റാണ്. ലാക്ടർ ഇത് ടെറാക്കോട്ട ഉപയോഗിച്ചിട്ട് മണ്ണിനെ കരിച്ചെടുത്തിട്ട് പിന്നെ ഈ സാധനം മുകളിലിടുന്നത് ചൂട് പിടിച്ചു വെക്കും, അത് കേടാണ്. അതിന് പകരം ഓലയും മണ്ണും ഉപയോഗിച്ചുണ്ടാക്കുന്ന വീടാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പക്ഷെ ആപേക്ഷികമായിട്ട് ഈ കാലത്ത് ഓടിട്ട വീട് പ്രകൃതി സൗഹൃദമാണ്. ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഓലയുടെ കാലത്ത് ഓടിട്ട വീട് എന്ന് വെച്ചപ്പോ അത് നവീനവും പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുന്നതുമാണെന്ന് ചിന്തിച്ചത് ഇപ്പൊ മാറിയിട്ട് ഇത് പ്രകൃതി സൗഹൃദമാണെന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് കാഴ്ചപ്പാടുകളിൽ, അസസ്മെന്റുകളിൽ മാറ്റം വരും. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് തന്നെ ഓരോ തലമുറയുടെ അനുഭവത്തിൽ വ്യത്യാസമുണ്ട്, റിസോഴ്സസിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് ഉപയോഗിച്ച ഭാഷയല്ലെന്ന് ഉപയോഗിക്കുന്നത്, അന്ന് ഉപയോഗിച്ച സ്നേഹപ്രകടനമല്ലെന്ന് ഉപയോഗിക്കുന്നത്. പുതിയ കാലത്ത് പുതിയ സമീപനങ്ങളിലൂടെ പോയേ പറ്റൂ. പഴയ രീതികൾ എല്ലായ്പ്പോഴും ഫലപ്രദമാകണമെന്ന് യാതൊരു ഒരു ഉറപ്പുമില്ല. നമ്മൾ പഴയ രീതികളും പഴയ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടാണ് പുതിയ കാലത്തിന് നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്, കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് സാധ്യമാണോ? എവിടെയാണത് സാധ്യമാവുക? ആദ്യം വേണ്ടത് വെച്ചാൽ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിനെ അംഗീകരിക്കുക എന്നുള്ളത്, ഇങ്ങനെ ഒന്നുണ്ട് എന്നുള്ളത് അംഗീകരിക്കുക. ഈ ഗ്യാപ്പ് അംഗീകരിക്കുക വെച്ചാൽ പഴയ കാലത്തെ ആളുകൾ പഴയ രീതിയിലും പുതിയ കാലത്തെ ആളുകൾ പുതിയ രീതിയിലും പോകുന്നു എന്നതിനും അപ്പുറത്തേക്ക് പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള സാങ്കേതികമായ മാറ്റം, ജ്ഞാനപരമായ മാറ്റം, വിഭവപരമായ മാറ്റം, പാരിസ്ഥിതികമായ മാറ്റം, ആത്മീയമായ മാറ്റം, ഈ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക, അതിനെ അംഗീകരിക്കുക. ഞാനൊക്കെ എന്റെ മക്കളോട് പുലർത്തുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ പൂർണ്ണമായിട്ട് വിജയിച്ച ഒരു പാരന്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരെ കേൾക്കാൻ, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാവും. അവരെ കേൾക്കാൻ തയ്യാറാവുന്ന സമയത്ത്, കേൾക്കാനുള്ള മനസ്സുണ്ടാവുന്ന സമയത്ത് അവർ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയും. അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ അതിനും അപ്പുറത്ത് അവരുടെ കൂടെ അവരുടെ കളികളിലും അവരുടെ കാര്യങ്ങളിലും ചെയ്യുന്ന കൂടെ കൂടുന്ന സമയത്ത് അവരുടെ പ്രശ്നങ്ങളെ നമുക്കറിയാവുന്ന സൊല്യൂഷൻ ഉപയോഗിച്ച് പറയുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവരുടെ സൊല്യൂഷൻസിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ പാരസ്പര്യം എന്നുള്ളത് ഡെവലപ്പ് ചെയ്തു വരും. സ്നേഹത്തിന്റെ പുതിയൊരു ഭാഷയുണ്ടാവും. അവിടെ നമ്മൾ അങ്ങോട്ട് നിയന്ത്രിക്കുക എന്നുള്ളതിന് പകരം അവരെ മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ നമ്മളെ മനസ്സിലാക്കി വരും. ഞാനിത് രണ്ടും ചെയ്തതാ, നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കലും ഉണ്ട്. നിയന്ത്രിക്കുന്നിടത്തൊന്നും ഇവരെ പിടിച്ചാൽ കിട്ടൂല. പകരം മനസ്സിലാക്കി കഴിഞ്ഞാൽ, മനസ്സിലാക്കാനായിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് സംഭവിക്കും. അപ്പൊ നമ്മുടെ അനുഭവവും അവരുടെ പുതിയ വീക്ഷണവും അറിവും ഫാക്കൽറ്റിയും തമ്മിലുള്ള ഒരു സമന്വയം ഉണ്ടാക്കണം. ഇവ തമ്മിലുള്ള ആ സഹജീവനത്തിന്റെ ഒരു പുതിയ സംസ്കാരം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ഇതുവഴി നമുക്ക് അവരെ ബഹുമാനിക്കാൻ പറ്റണം. അവരെ അവരായിട്ട് നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റണം. തുറന്ന് നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അത് ശരിയാവും. മാത്രമല്ല അവരുടെ ഇപ്പോഴത്തെ നിലയെ, അവരുടെ ഇപ്പോഴത്തെ ആവശ്യത്തെ സഹാനുഭൂതിയോടുകൂടി കാണാൻ കഴിയണം. അവരെ ശത്രുക്കളെ പോലെ കണ്ടിട്ട് കാര്യമില്ല.
അവരെന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, പിന്നീട് വരുന്ന തലമുറയെ മാത്രമല്ല, മുൻ തലമുറയും നമ്മുടെ മാതാപിതാക്കളോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഇപ്പോഴും ഉണ്ടെങ്കിൽ അവരെ, നമ്മുടെ മക്കളോ പേരമക്കളോ ഉണ്ടെങ്കിൽ അവരെ, ഈ പ്രായത്തിലുള്ള ആരെയും ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ നടക്കും. അവരെ പഠിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം, അതിനുവേണ്ടി ഒരു തുറന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കിത് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ അവരെ കേൾക്കുക തന്നെ വേണം. അവരെ കമ്പയർ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അഡ്വൈസ് ചെയ്യുന്ന പരിപാടി, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പകരം നമുക്ക് ചില ഒപ്പീനിയനുകൾ പറയാം, അല്ലെങ്കിൽ ചില ഒപ്പീനിയനുകൾ അവരുമായിട്ട് ചില ഡിസ്കഷൻസ് നടത്തിയിട്ട് നമുക്ക് ഇതിലൂടെ കൊണ്ടുപോകാൻ പറ്റും. അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് പാടെ ഒഴിവാക്കുക. അത് മുതിർന്നവരാണെങ്കിലും ശരി, താഴ്ന്നവരാണെങ്കിലും ശരി. നമ്മുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ ഉണ്ടെങ്കിൽ അവര് ലോകപരിചയം കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇത്രയും കാലം എല്ലാ കാര്യങ്ങളും കെട്ടുപൊക്കി ഇത്രയും വരെ ആക്കി, നമ്മളെ ഒഴിവാക്കി, ഇത്രയും നമ്മളെ ആക്കി, നമ്മുടെ പേരമക്കളെ ഒഴിവാക്കിയത് നമ്മളാണെന്ന് വിചാരിക്കുന്നത്. അവരുടെ വേരുകളിൽ നിന്നുണ്ടായതാണ്. അത്രയും വരെ ഒഴിവാക്കിയവരെയാണ് നമ്മൾ വിമർശിക്കാൻ പോകുന്നത്. അവർക്കറിവില്ല, നമുക്കാണ് അറിവുള്ളതെന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇത് തന്നെയാണ് ഇപ്പുറത്തുള്ളവരെ നമ്മളോട് കാണിക്കുക. അപ്പോ ഇവരോട് ഈ വിമർശിക്കുക എന്നുള്ളതിന് പകരം അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക. അവർ അഡ്വൈസ് ചെയ്യുന്നതിന് പകരം ശരിക്കും ആ കമ്മ്യൂണിക്കേഷൻസ് നടത്തുക. നമുക്ക് എന്ത് താല്പര്യം തോന്നുന്നു അത് പറയുക. താല്പര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ആകുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു എന്ന കാര്യം പറയുക. നമുക്ക് അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാവുക. അവരുടെ കൂടെ നമ്മളുണ്ട് എന്നുള്ള വിശ്വാസം വളർത്തുക. അവരുടെ മാറ്റങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് പുതിയ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുക. ഞാൻ എന്നുള്ളത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഇതിനെല്ലാം കണക്കാക്കാൻ നിൽക്കുന്നത്, അല്ലെ? ഇതിനെയൊക്കെ വളയ്ക്കാനോ തിരിക്കാനോ നോക്കുന്നതെല്ലാം തന്നെ ഈ ഞാൻ ഭാവം വെച്ചിട്ടാണ്. ആ ഞാൻ ഭാവത്തെ മാറ്റിവെച്ചിട്ട് ബന്ധങ്ങൾക്ക് നല്ലപോലെ പ്രാധാന്യം കൊടുത്താൽ ഈ സംഭവം ശരിയാവും. ഞാൻ വളരെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഇതിപ്പോ ചില വീടുകളിൽ 7 മണി കഴിഞ്ഞാൽ പിന്നെ ഡിജിറ്റൽ സാധനങ്ങളെല്ലാം ഒഴിവാക്കി വെക്കും. 7 മണി കഴിഞ്ഞാൽ അച്ഛനും ഉപയോഗിക്കില്ല, അമ്മയും ഉപയോഗിക്കില്ല, മക്കളും ഉപയോഗിക്കില്ല, TV ഉപയോഗിക്കില്ല. അത് ഒന്നുമില്ലാതെ എല്ലാവരും കൂടെ വട്ടത്തിൽ കൂടിയിരിക്കും, കഥയും പറഞ്ഞിരിക്കും. ആ കുടുംബങ്ങളുടെ കെട്ടുറപ്പ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഈ ആശയവിനിമയം എന്നുള്ള സംഭവം നടന്നാൽ മാത്രമേ ഈ ആധുനികതയും പൗരാണികതയും ഒക്കെ തമ്മിൽ ചേർന്ന് ഇഴുകി അത് ഒരു ഒറ്റ ഖണ്ഡമായിട്ട് പോവുകയുള്ളൂ. അപ്പൊ തിരിച്ചറിയേണ്ട, നമ്മുടെ കുടുംബങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ വ്യക്തികൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹമില്ലായ്കയല്ല ഇന്നത്തെ പ്രശ്നം. പരസ്പരം സ്നേഹമില്ലാത്തൊരവസ്ഥയൊന്നുമില്ല. ഇത് പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് പ്രശ്നം. ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ പരസ്പരം പൊരുത്തമാകണമെങ്കിൽ പരസ്പരം അംഗീകരിക്കണം. മകന്റെ ആവശ്യങ്ങൾ അങ്ങനെ ആയിരിക്കുമെന്ന് അച്ഛൻ അറിയണം, അച്ഛന്റെ രീതികൾ ഇങ്ങനെയാണെന്ന് മകൻ അറിയണം. ഇത് അറിയണം എന്നുള്ളതും അറിയാൻ കഴിയണം എന്നുള്ളതും കുഞ്ഞുങ്ങൾക്ക് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. അപ്പനമ്മയും ഞാൻ മനസ്സിലാക്കല്ലേ, എന്റെ മക്കൾ എന്നെ മനസ്സിലാക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് പ്രശ്നം. നമ്മള് സ്നേഹം എന്നുള്ളത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ശരിക്കും ഉണ്ട് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവരെ നമ്മൾ മനസ്സിലാക്കൽ എന്ന് പറയുന്ന സ്നേഹത്തിന്റെ ഉയർന്ന രൂപമാണ്. എനിക്ക് പറയാൻ നല്ലൊരു കഥയുണ്ട്, പക്ഷെ ഞാനത് ഇവിടെ പറയുന്നില്ല. അത് പലപ്പോഴും സഭ്യതയുടെ അതിരുകൾ മാറി നിൽക്കുന്നതാണ്. എങ്കിലും നമ്മൾ സ്നേഹിക്കുക എന്ന് വെച്ചാൽ എനിക്ക് പാകത്തിൽ നീ ഉണ്ടാവണം എന്നുള്ളതാണ്. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ നിന്നാൽ എനിക്ക് സ്നേഹമാണെന്ന് പറയുന്ന ഒരു അവസ്ഥ. നമ്മൾ നവഗോത്ര സമൂഹത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? നിനക്ക് ഞാനുണ്ട്, നീ എനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ വിഷയമല്ല. ഞാൻ അതിനെക്കുറിച്ച് പരിതപിക്കുന്നില്ല. നിനക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ. ആ നിനക്ക് ഞാനുണ്ടെന്ന് പറയാനുള്ള ഒരു ആർജവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് അത് മുൻതലമുറയോടോ പിൻതലമുറയോടോ പട്ടിയോടോ പൂച്ചയോടോ ചെടിയോടോ നമുക്കിത് പറയാൻ കഴിയുന്ന സമയത്ത് ഈ പാരസ്പര്യം ഉണ്ടായി വരും. നിനക്ക് ഞാനുണ്ടെന്ന് പറയാൻ നമുക്കൊരു ചെടിയോട് കഴിഞ്ഞാൽ ഇവിടെ വാക്കുകൾ പോലും ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു സംവേദനം അവിടെ നടക്കും. ഈ മനസ്സുമായിട്ട് നിങ്ങൾ തെരുവിലൂടെ നടന്നാൽ ഒരു പട്ടിയും കടിക്കില്ല. പട്ടിപ്പേടിയുടെ ലോകമാണല്ലോ ഇത്. ഈ ഭാവത്തിൽ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ വലിയ പരിക്കുകളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയും. തലമുറകളുടെ വ്യത്യാസം എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലായിടത്തും അങ്ങനെ തന്നെ. അപ്പോ തലമുറകളുടെ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പിന്റെ പ്രശ്നം അതിജീവിക്കാൻ നമ്മളുടെ മനസ്സിലാക്കലിന്റെ ഇന്ദ്രിയങ്ങൾ അങ്ങ് തുറന്നു വെച്ചാൽ മതി. നമ്മൾ അവരോട് ചേർന്നിരുന്നാൽ മതി. അവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതിലേക്ക് നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. ആ പരിശോധനയിലൂടെ നമ്മൾ അവർക്ക് വേണ്ടി സ്നേഹം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ മാറും. ഞാൻ സ്ഥിരം പറയുന്ന ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. തിരുവനന്തപുരത്ത് ഒരു സിദ്ധനുണ്ട്.
ഉണ്ടായിരുന്നത്രേ. പുള്ളിയോട് ആര് പോയി എന്ത് ചോദിച്ചാലും പുള്ളി ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കും. എപ്പപ്പ് എവിടെ എവിടെ എങ്ങനെയോ അപ്പപ്പ് അവിടെ അങ്ങനെ എന്ന് കരുതിയാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഏത് സിറ്റുവേഷനാണ് അതിനെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം തീരുന്നു. അപ്പൊ ഒരാള് ഒന്ന് പറഞ്ഞു, സ്വാമി, ഈ എന്റെ ഭാര്യയെ കൊണ്ട് ഭയങ്കര തൊന്തരവാണ്, സഹിക്കാൻ പറ്റുന്നില്ല, അവള് പലപ്പോഴും എന്നെ മനസ്സിലാക്കുന്നേ ഇല്ല, അവള് ഞാൻ എന്ത് പറഞ്ഞാലും എതിർത്ത് സംസാരിക്കുന്നു, ഞാൻ എന്ത് പറഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ സ്വാമി പറഞ്ഞു, എപ്പപ്പ എവിടെ എങ്ങനെയോ അപ്പപ്പ അവിടെ അങ്ങനെ എന്ന് കരുതിയാൽ മതി, നിന്റെ പ്രശ്നം തീരും. എന്ന് വെച്ചാൽ അവൾ അങ്ങനെ പറയുമ്പോൾ അവൾ അങ്ങനെയാണെന്ന് കരുതിയാൽ മതി, അവള് ദേഷ്യപ്പെടുന്ന സമയത്ത് ദേഷ്യത്തിലാണെന്ന് കരുതിയാൽ മതി, അത് അത്രേ ഉള്ളൂ, അത് വിട്ട് കളഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ ആശാൻ വീട്ടിൽ പോയി. 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നു. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു സ്വാമി. അതുകൊണ്ടൊന്നും കാര്യമില്ല സ്വാമി. അപ്പൊ നീ എന്താ ചെയ്തത്? അവളെപ്പോ ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാൻ എപ്പോ എവിടെ എങ്ങനെ അപ്പൊ അവിടെ എങ്ങനെ എന്ന് പറയും, എന്നിട്ട് അവൾക്ക് മാറ്റമൊന്നുമില്ല. അവൾക്കല്ല മാറ്റം ഉണ്ടാവേണ്ടത് നമുക്കാണ്. നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാവുമ്പോൾ മറ്റു പൂർവ്വ തലമുറയും പിൻതലമുറയും ഒക്കെ നമ്മളോട് അനുകൂലമായിരിക്കും, അനുകൂലമായി നമുക്ക് അനുഭവമാകും. അതിനു പകരം അവര് മാറണം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാല് ജന്മത്ത് മാറാൻ പോകുന്നില്ല, ഒരിക്കലും സംഭവിക്കില്ല. അപ്പോ മനസ്സിലാക്കുക, തലമുറകൾ മാറും, ജീവിതശൈലികൾ മാറും, ചിന്തകൾ മാറും, സംസ്കാരം മാറും, ഇതൊക്കെ മാറും. പക്ഷെ ബന്ധം നിലനിൽക്കണമെങ്കിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റണം. സംസാരിക്കാൻ വെച്ചാൽ വായ കൊണ്ടല്ല, സ്നേഹത്തിന്റെ ഭാഷ കൈമാറാൻ നമുക്ക് പഠിക്കാൻ കഴിയണം. അപ്പോ ഈ പാരസ്പര്യം എന്നുള്ളൊരവസ്ഥ, ബന്ധുത്വം എന്നുള്ളൊരവസ്ഥ നിലനിർത്താനുള്ള അടിസ്ഥാന ഗുണം നിങ്ങളിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളെല്ലാം തന്നെ ഊഷ്മളമായി മാറും, ഹരിതാഭമായി മാറും, അത് സ്നേഹസാന്ദ്രമായി, സുരക്ഷിതമായി, സൗഖ്യകരമായി മാറും. അവിടെയാണ് സുസ്ഥിരത ഉണ്ടാവുന്നത്. ആ സുസ്ഥിരതയിലേക്കുള്ള പാഠമായിട്ട് ഇതിനെ എടുക്കുക. നിങ്ങൾ മുൻപിൻ തലമുറകളെ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എവിടെയാണ് പാളിച്ച പറ്റിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ് പാളിച്ച പറ്റിയിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് തിരുത്തേണ്ടത്? ബന്ധുത്വം, സ്നേഹം, ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല. അതിലേക്ക് നിങ്ങളെ വീണ്ടും ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.